തന്നെ എടുക്കുക. ഞങ്ങൾ രണ്ടാളും ഇസുവിനെ കൂട്ടാതെ എങ്ങോട്ട് പോവാന്നറിയോ? പറഞ്ഞുതരാം. നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞങ്ങൾ തിരിച്ച് ജോയുടെ വീട്ടിലേക്ക് പോവാണേ. എന്നാന്ന് കറക്റ്റ് തീരുമാനിച്ചില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അപ്പം വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് സാധനം എനിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. കുറച്ച് ദൂരമുള്ള സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. കാരണം ഇവിടെ എല്ലാ സാധനവും ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഓൺലൈനിൽ നിന്ന് വാങ്ങേണ്ട കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് വാങ്ങിക്കാറ്. പിന്നെ പൊതുവേ എനിക്ക് ഈ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ശീലമില്ലെന്ന് പറഞ്ഞാൽ ഒരു മടി. ഇനി ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും സ്റ്റാഫൊക്കെ ഇങ്ങനെ പുറകെ ഇങ്ങനെ എന്താ വേണ്ട അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വരുമല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കൊരു മടിയാണ് ഇങ്ങനെ സാധനമൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാനിങ്ങനെ ആൾക്കാരെ കണ്ണിപ്പെടാതെയൊക്കെ എടുത്ത വീഡിയോസാട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇതെപ്പോഴും ഉള്ളതാണ്. ബില്ല് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്ക് ലൂക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിടിച്ചു കൊണ്ട് തരും ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇസുവിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ പോയത്. ലൂക്കേനെ എന്തായാലും കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്നെ കണ്ടില്ലേ കരയാൻ തുടങ്ങും. അപ്പോൾ ഇസുവിനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. വരുന്നപ്പോഴത്തേക്കും ഇസു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വെയിറ്റ് ചെയ്തതാ ജനലിൻ്റെ അവിടെ നോക്കി നിൽപ്പുണ്ട് പാവം. ഇന്ന് പോകുമ്പം ഓട്ടോയിൽ വെച്ച് അവൻ ആകെ ഒരു ഡിമാൻഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഐസ്ക്രീം മേടിച്ച് തരണമെന്ന്. അപ്പോൾ കുറച്ചധികമായി അവൻ ഐസ്ക്രീം കഴിച്ചിട്ട് മെയിനായിട്ട് എന്താ വാങ്ങിച്ചു കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഈ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വെയിലത്തോട്ട് ഇറങ്ങും. കഴിയുമ്പോഴത്തേക്കും വിയർപ്പ് വന്നിട്ട് എങ്ങനെയാണേലും അവന് പനിയും ജലദോഷം പിടിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാൻ മടി. അല്ലെങ്കിൽ മേടിച്ച് കൊടുക്കുന്നത് ഇടയ്ക്കായിട്ട് ഇങ്ങനെ മേടിച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഈ വെയിൽ കൂടിയതുകൊണ്ട് അപ്പം ഇങ്ങനെ ഞാൻ മേടിച്ച് കൊടുക്കുന്നത് നിർത്തിയതാണ്. ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വെയിലത്തോട്ട് ഇറങ്ങിയിട്ട് വിയർപ്പ് താന്നിട്ട് വേഗം ജലദോഷവും പനിയും പിടിക്കും. അപ്പോൾ ഇന്നെന്തായാലും ഐസ്ക്രീം മേടിച്ച് തരണമെന്ന് പറഞ്ഞു. കാരണം ഒത്തിരി നാളായി വാങ്ങിക്കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം. അവൻ തന്നെയാണ് അവന് വേണ്ടിയിട്ട് ഐസ്ക്രീം സെലക്ട് ചെയ്തത്. അവന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇസുകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ചെറിയ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ അങ്ങനത്തെ എന്തോ ഒരു അതും കൂടെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇസുവിന് ഫുഡൊക്കെ കഴിക്കാൻ മടിയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് പിന്നെ ഒട്ടുമിക്ക പിള്ളേരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിൽ 3 പിള്ളേരാണ് ഉള്ളത്, ചേച്ചിയുടെയും കൂട്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സാധാരണ നല്ല ഫുഡൊന്നൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ വേഗം കഴിച്ചോളും. പിന്നെയും കഴിക്കുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ഓരോരുത്തർക്കും വെറൈറ്റി ഐസ്ക്രീമാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഓരോരുത്തർ കഴിക്കുമ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യണം. അപ്പം ഞാനൊരു കോണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കഴിക്കുമ്പോഴത്തേക്കും 2 പേരും ചുറ്റിനും വന്നേക്കുവാണ്. അത് മേടിച്ചടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. ലൂക്ക അതിൻ്റെ ലാസ്റ്റുള്ള ഇങ്ങനെ ചോക്ലേറ്റ് വരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതവന് വേണം. അതിനുള്ള ബഹളമാണ്. ഞാൻ തരത്തില്ല, നീ കുറേ ഐസ്ക്രീം തിന്നെന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഞാനതെടുത്ത് ഓടി എൻ്റെ പുറകെ വന്ന് പിന്നെ അവൻ മേടിച്ചെടുത്തു കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടാളും ഇടയ്ക്ക് പതിവുള്ള കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും തട്ടിപ്പറക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് കാണുമ്പോൾ മമ്മി പറയും, നിൻ്റെ കൊച്ചല്ല അവന് കൊടുത്തുകൂടിയെന്ന്. പണ്ടേ ഉണ്ടല്ലോ എനിക്ക് ഈ ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഒരു മുട്ടായി ആണെങ്കിലും പിന്നെ അനിയത്തിക്ക് ചേച്ചിക്കൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കൊരു കൊതി കൂടുതലാണെന്ന് തോന്നുന്നു. അതായിരിക്കും. എൻ്റെ കൊച്ചിനോട് ചോദിച്ചാൽ ഞാൻ കുറക്കാൻ ഇച്ചിരി മടിയാണ്. അപ്പം മമ്മി പറയും, കൊച്ചല്ലേടി അവ കൊടുക്കത്തില്ലേന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിക്കും കേട്ടോ. അപ്പം ഞാൻ പറയും, എനിക്ക് കൊച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മമ്മി, എനിക്കൊരു അനിയനായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറയും. വെറുതെ കേട്ടോ. ഒരു രസമല്ലേ ഇങ്ങനെ പിള്ളേരായിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി പ്രായം കൂടി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റിയില്ലെങ്കിലോ. പിന്നെ പിള്ളേർ വളർന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരിപാടിയൊന്നും നടക്കത്തില്ലല്ലോ, അവരെ പറ്റിച്ചോടുന്നൊന്നും. അപ്പോൾ ഇതൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല, വേഗം പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വാങ്ങിക്കൊണ്ട് സാധനമൊക്കെ എടുത്തൊന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീർന്നല്ലോ. എനിക്കെങ്ങനെയാണെങ്കിലും എല്ലാം നേരത്തെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കണേ. മുഹൂർത്തത്തെ നോക്കി നിൽക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പം എൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് നീറ്റാക്കി എല്ലാം സെറ്റാക്കി വെക്കണം. പോകാൻ നേരത്തെ ഒരു ധൃതി അങ്ങനെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യവും അങ്ങനെ കേട്ടോ. ഞാനെല്ലാം അത്യാവശ്യം നല്ല നീറ്റാക്കിയിട്ട് എല്ലാം നേരെ എടുത്ത് വയ്ക്കും. പിന്നെ അത് മറന്നുപോയി ഇത് മറന്നുപോയി അങ്ങനെ എനിക്ക് വളരെ ചുരുക്കം മാത്രമേ സംഭവിക്കാറുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കും, അത് സ്വാഭാവികമാണല്ലോ. ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഞാൻ എടുത്ത് വയ്ക്കും. ഡ്രസ്സാണെങ്കിലും ബാക്കി പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ അതൊന്നും മറന്നു പോകാതിരിക്കുക എന്നുള്ള മെയിൻ പോയിൻറ്റ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പം. എന്നിട്ട് പാക്ക് ചെയ്യുമ്പോൾ എല്ലാം അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യും. പ്രാവശ്യം ഞാനങ്ങനെ നോട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഏകദേശം മുന്നേ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് പിന്നെ മൊത്തം ഒന്ന് ചുറ്റി നോക്കൂല്ലോ ലാസ്റ്റ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എടുക്കാമല്ലോ. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പാക്ക് ചെയ്യുമ്പോഴുള്ള ഇൻട്രസ്റ്റ് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകത്തില്ല. അതെപ്പോഴും അങ്ങനെയാണ്. അങ്ങോട്ടേക്ക് പോകാനാകുമ്പോഴത്തേക്കും ഒരു മടിയാണ്, എപ്പോഴും ഒരു മടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറിപ്പം ഒരു ഭയങ്കര ഒരു മടിയല്ലേ. മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമം. പെട്ടെന്ന് തന്നെ ഞാൻ എപ്പോഴും തിരിച്ചു വരും. ഞാനിപ്പോഴെങ്ങും വരലുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും പോകുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചും വരും. അതെപ്പോഴും അങ്ങനെയാണ്. 2 മാസം കൂടുമ്പോൾ വന്നിട്ട് പോകാം കേട്ടോ ചെയ്യാറ്. 1 മാസമാണ് ലീവ്. അപ്പം ഞാൻ മിക്കപ്പോഴും 2 മാസം കൂടുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പെട്ടിയും പിന്നെ കുറച്ച് പിള്ളേരുടെ ടോയ്സ് അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളേ. തിരിച്ചങ്ങോട്ട് പാക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുക എപ്പോഴും അങ്ങനെയാണ്, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് സാധനമായിട്ട് വരും. തിരിച്ചു പോകുമ്പോഴത്തേക്കും ഓൺലൈനിൽ നിന്ന് വാങ്ങിയതും ഡ്രസ്സ് വാങ്ങിയതും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനം ഉണ്ടാവും. 2 പെട്ടി മേലെ സാധനങ്ങളുണ്ടാവും. എപ്പോഴും അങ്ങനെയാണ്. ഇതിപ്പോൾ എൻ്റെ മാത്രം കാര്യമല്ലായിരിക്കും കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാവരുടെ കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. സ്വന്തം വീട്ടിൽ നിന്ന് വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കും കൊണ്ടുവന്നതിനേക്കാളും ഇരട്ടി സാധനമായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ആരും വിചാരിക്കുന്നുണ്ട് എന്തപ്പോൾ ഈ സാധനമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന്, അവിടെ എങ്ങും കടയൊന്നും ഇല്ലെന്ന്. കടയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ പോകാറില്ല. പോകും ഇങ്ങനെ എപ്പോഴും അങ്ങനെ പോകാൻ എനിക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ അറിയില്ല കേട്ടോ. പിന്നെ ഓട്ടോയിലൊക്കെ കയറി പോകണ്ടേ വിചാരിച്ചിട്ട് ഇവിടുന്ന് അത്യാവശ്യം സാധനമൊക്കെ അങ്ങ് വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ അങ്ങനെ കൂടെ പോയി മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ അധികം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, വെയിലൊക്കെ അല്ലേ ഇപ്പം, എനിക്ക് പുറത്തേക്ക് അങ്ങ് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല തലവേദന എടുക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ ഓൺലൈനിലൊക്കെയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുന്നത്. ഡ്രസ്സൊക്കെ എനിക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലൊക്കെ എനിക്ക് ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓൺലൈനിൽ തന്നെ. എനിക്ക് പിന്നെ കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ അവരോട് ഇതെടുക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടിയിച്ചിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമില്ലാണ്ട് എടുക്കാതിരിക്കുമ്പോൾ ഒക്കെ ഒരു ഭയങ്കര മനപ്രയാസം. പിന്നെ അവരതെടുത്ത് മടക്കി വെക്കണ്ടേ, ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കടയിൽ പോയി എടുക്കാനും ഭയങ്കര മടിയാണ്. പിന്നെ ഈ ട്രെൻഡ്സ് അങ്ങനത്തെ ഒക്കെ എടുത്ത് പോയിട്ട് പിന്നെ നോക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നതും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ എനിക്ക് കിട്ടുന്നത് ഓൺലൈനിലാണ് കേട്ടോ. ഞാൻ കൂടുതലും മിന്ത്രയിൽ നിന്നും ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. മിന്ത്രയിൽ നിന്നാണ് ഞാൻ കൂടുതലും മേടിക്കുന്നത്. കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കും കേട്ടോ, വാങ്ങിക്കില്ല എന്നല്ല, വാങ്ങിക്കുമ്പോഴും എനിക്ക് കുറച്ചുകൂടെ കുറച്ച് ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നത് മിന്ത്രയിൽ നിന്ന് തന്നെയാണ്. ഫ്ലിപ്കാർട്ടിലും ഉണ്ടാവും സെയിം സാധനം തന്നെ, പക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുവേ. പിന്നെ കുറച്ചായ മാഗിയൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ 2 പാക്കറ്റ് മാഗിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാഗി എടുത്ത് കൈപിടിച്ച് അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ലൂക്കായ്ക്ക് വേണ്ടി വരും. അപ്പം അവിടെ ഞാൻ മില്ലറ്റിൻ്റെ നൂഡിൽസ് കണ്ടു. അപ്പം ഞാനതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ ആമസോണിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വാങ്ങാൻ വേണ്ടി ഇരുന്ന. പിന്നെ ഒരു ഡൗട്ട് എങ്ങനെ ഉണ്ടാവും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്കും അവിടെ സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈനിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിങ്ങനെ വേഗം പാക്കിങ് തീർക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ലൂക്ക് ഇങ്ങനെ ഓരോ സാധനം അടിച്ച് മാറ്റിക്കൊണ്ട് പോകും കേട്ടോ. അപ്പോൾ അവൻ ആ നൂഡിൽസൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവനിങ്ങനെ പിടിച്ച് അവൻ്റെ കയ്യിൽ തട്ടി പറിച്ചുകൊണ്ടിരിക്കുന്ന സീനായി കാണുന്നത്. തരില്ല, അവനതെടുത്തിട്ട് ഓടും. പിന്നെ ഇങ്ങനെയൊക്കെ രസം കേട്ടോ, കളിച്ച് അവൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ രസമാണ്. ചില സമയത്ത് ഈസക്കുട്ടിയും കയറി വരും. അപ്പോൾ പിന്നെ അവസാനം എല്ലാം കൂടെ വഴക്കാവും, കരച്ചിലാവും. സാധാരണ അങ്ങനെയാണ് ഇപ്പോൾ അവൾ മമ്മിയുടെ അടുത്തെങ്ങാണ്ടുള്ളത്. രാവിലെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേഗം പോയി സാധനമൊക്കെ വാങ്ങി വന്നു. നേരെ എടുത്തു വയ്ക്കാൻ പോയല്ലോ, പാക്ക് ചെയ്യാൻ പോയില്ലേ. കുറച്ചായപ്പോഴത്തേക്ക് നല്ല വിശക്കാൻ തുടങ്ങിയ, ഡ്രസ്സ് പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഐസ്ക്രീമൊക്കെ തിന്നതുകൊണ്ട് പിന്നെ അങ്ങനെ വിശപ്പ് തോന്നിയില്ല. ഇപ്പോൾ ഏകദേശം സമയം കുറച്ചായി, 1:30 ഒന്നല്ല, ഞാൻ മറന്നുപോയി ടൈം.
ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐസ്ക്രീം തിന്നതിൻ്റെ ആ ഒരു ഇതിൽ അങ്ങ് നിന്നു. മധുരം കഴിച്ചാൽ പിന്നെ വിശപ്പ് ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും രണ്ടാൾക്കും ഫുഡ് വേണം. ഇസ് വേണമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അവളങ്ങനെ കഴിക്കൊന്നുമില്ല. പിന്നെ അവളെ സെപ്പറേറ്റ് എടുത്തു കൊണ്ടായിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൂക്കായ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതിന് ലൂക്കായ്ക്ക് ഞാൻ വാരി കൊടുക്കാം കേട്ടോ. അപ്പം പക്ഷേ ഡൈനിങ് ടേബിളിൽ തന്നെ പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്വഭാവമൊന്നും അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് പോയിരിക്കും ഒരു പ്രൊഡക്റ്റീവ് ഫീലൊക്കെ തോന്നുമ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ പോയിരുന്ന് ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സോഫയിലൊക്കെ വന്നിരുന്ന കേട്ടോ കഴിക്കുക. ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി മറന്നുപോയി 2 പേർക്കും കൂടിയിട്ട്. അപ്പോൾ പിന്നെ അവൻ എന്നെ വിട്ട് വെള്ളം എടുപ്പിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം കുടിക്കണം. 2 പേർക്കും ഒരുപോലെ വെള്ളം എടുത്തുകൊണ്ട് വന്നില്ല. ഇവിടെ ഭയങ്കര അടിയാണ്. ഇവിടെ ഏറ്റവും വലിയ അടി ഉണ്ടാകുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. വെള്ളം ഇല്ലാത്ത പിള്ളേരുടെ സ്വഭാവമാണ് രണ്ടും കാണിക്കുന്നത്. ഒരാൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം എടുത്തു കൊണ്ടുപോയാൽ രണ്ടാമത്തെ ആൾ കണ്ട് അത് പിന്നെ ഭയങ്കര പ്രശ്നമാണ്. രണ്ടാമർക്കും ഒരേപോലെ വെള്ളം കുടിക്കണം. അപ്പം ഇസയാണ് മെയിൻ ആൾ. ലൂക്ക് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ആൾക്കും വേണം. അവൻ്റെ കപ്പ് എടുക്കാൻ വേണ്ടി പോകും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇപ്പം വെള്ളം എടുക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കും. 2 പേർക്ക് ഒരുപോലെ എടുത്തുകൊണ്ട് വരും. ഇപ്പോൾ ഒരാൾക്കാണ് ആവശ്യമെങ്കിൽ എന്നാലും 2 പേർക്കും കൂടി എടുത്തുകൊണ്ട് പോകും. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചൊരു ജീൻസാണ്, മോം ഫിറ്റ് ജീൻസ്. എനിക്ക് ആകെ ഈ ഒരു ജീൻസേ ഉള്ളൂ. എൻ്റെ പ്രഗ്നൻസിക്ക് മുന്നേ ഒക്കെ 2-3 ജീൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കയറാണ്ടായി. ഇതിപ്പോൾ ഞാൻ കുറച്ചധികമായി വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് ഓൺലൈനിൽ ഞാനിങ്ങനെ ജീൻസ് നോക്കിയിട്ട് എനിക്ക് തീരെ കിട്ടുന്നില്ല. എനിക്ക് ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'7" ഉണ്ട് ഞാൻ. അപ്പം എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ ഈ ജീൻസിൻ്റെ ആണെങ്കിൽ ലെങ്ത്ത് ഇല്ല. പിന്നെ ഞാൻ 2-3 ജീൻസ് ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചു നോക്കി. ബ്ലാക്കും ഗ്രേ കളറൊക്കെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ എനിക്ക് നീളം തീരെ കിട്ടില്ല. ഭയങ്കര ഷോർട്ടായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ കുറേ അന്വേഷിച്ച് എനിക്കിതുവരെ നല്ലൊരു ജീൻസ് കിട്ടിയില്ല. എപ്പോഴെങ്കിലും ഷോപ്പിലെങ്ങാനും പോയി നോക്കി വാങ്ങിക്കണം എന്നുണ്ട്. പിന്നെ എനിക്ക് ഈ പിള്ളേരെയും കൊണ്ട് പോകുമ്പോഴത്തേക്കും ട്രയൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇസു തീരെ സമ്മതിക്കില്ല. പിന്നെ ഇസുവിനെയും കൊണ്ട് ട്രയൽ റൂമിൽ പോയിട്ട് മാറ്റാനൊക്കെ ഇച്ചിരി പാടാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ചേക്കാണ്. എപ്പോഴേലും നല്ല ഒരെണ്ണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മിന്ത്രയിൽ നിന്നെങ്ങാനും. പക്ഷേ ഞാൻ കുറേ നോക്കി, ആമസോണിൽ നിന്നൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ച് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ലെങ്ത്തിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ജീൻസ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അത് ഇതുവരെയും നടന്നിട്ടില്ല. അങ്ങനെ ഡ്രസ്സെല്ലാം മാറി ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് വന്നാൽ കേട്ടോ. ഈ 2 പേരും തീരെ കിടക്കില്ല. ഉച്ചയ്ക്ക് രണ്ടാൾക്കും അങ്ങനെ ഉറക്കമൊന്നുമില്ല. ഇസ് രാവിലെ കുറച്ചൊരു 11-10 ആകുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ രാത്രി മീൻസ് ഒരു 7-8 മണിയാകുമ്പോഴേ ഉറങ്ങുള്ളേ. ഇവൾക്ക് പിന്നെ തീരെ ഉച്ചയ്ക്ക് ഉറങ്ങത്തില്ല. അങ്ങനെ എനിക്കിന്ന് കിടക്കണം എന്നുണ്ടായിരുന്നു. നല്ല തലവേദനയൊക്കെ ഉണ്ട്. വേഗം ഇങ്ങനെ എല്ലാം എടുത്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബോഡി പെയിനൊക്കെ തോന്നി. എന്താ അറിയില്ല. പിന്നെ പുറത്തൊക്കെ പോയി വന്ന് ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് അതും നല്ലൊരു ക്ഷീണം ഫീൽ ചെയ്യും. അപ്പം കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന അപ്പോൾ ഇസു ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്നാലും ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ലൂക്ക് പുറത്തേക്കും കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഇസു അവിടെ ഇരിക്കുക, ഞാൻ ഇത്തിരി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നേ. ഞാനൊരു 5 മിനിറ്റ് അങ്ങ് മയങ്ങിപ്പോയി. പിന്നെ നോക്കുമ്പോൾ 2 ആളെയും കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇതാണ്ടേ ഫ്രിഡ്ജും തുറന്ന് 2 ആളും കൂടെ എന്തൊക്കെയോ പരിപാടിയാണ്. ഈ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇവരങ്ങ് തുറന്നിട്ടിട്ട് പോകും. പിന്നെ എപ്പോഴേലും ആയിരിക്കും നമ്മൾ കാണുന്നത് കേട്ടോ. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇസുവും ലൂക്കും കൂടെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് അപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ അതിന് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലൂക്കായിക്ക് അറിയാം കേക്ക് ഫ്രിഡ്ജിലുണ്ടെന്ന്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവനാകെ ചമ്മിയിട്ട് എന്നോട് ഓപ്പൺ ചെയ്തതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ കുറച്ചുകൂടെ അങ്ങ് ഉറങ്ങിപ്പോകുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ സമയം എല്ലാവരും കിടന്ന് ഉറങ്ങുകയും മമ്മിയാണേലും. അപ്പോൾ പിന്നെ ആരും ആ ഭാഗത്തുണ്ടാവത്തില്ലല്ലോ. അങ്ങനെ 2 പേരും കൂടെ കേക്ക് കട്ടെടുക്കാൻ വേണ്ടി വന്നതാണ്. മുന്നേ ഒന്നും ഈ ബർത്ത്ഡേക്കൊന്നും ഇങ്ങനെ കേക്ക് വാങ്ങി കട്ടിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പം കുറച്ചായിട്ടുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞൊരു 8-9-10 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്. എല്ലാവരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കലും വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കലൊക്കെ. അതുവരെ ഈ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പം എങ്ങനെയാണെങ്കിലും ആരുടെ ബർത്ത്ഡേ ആയാലൊക്കെ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യും കേട്ടോ. വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലൊക്കെ. മുന്നേയൊക്കെ എന്താണെന്ന് വെച്ചാൽ 1 കിലോ വാങ്ങുമായിരുന്നേ. പപ്പയ്ക്കും മമ്മിക്കും ആണെങ്കിലും ഷുഗറുമാണ്. ഇപ്പം നമ്മൾ തന്നെ കഴിച്ച് തീർക്കുകയും വേണം.
അപ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ 1 കിലോ വാങ്ങുന്നത് പിന്നെ ആകുമ്പോൾ വെച്ച് അത് കളയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ 1/2 കിലോയാണ് വാങ്ങുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാനും ഉണ്ട്, ഇങ്ങനെ മിച്ചം വരത്തൊന്നുമില്ല, 1-2 പീസൊക്കെ ആയിട്ട് വരത്തുള്ളൂ. ഇതിപ്പം ഇവർ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, തലേന്ന് കേക്ക് കട്ട് ചെയ്ത് കുറച്ച് ചെറിയ പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മിച്ചം വന്നു, അതുകൊണ്ട് ലൂക്കായ്ക്ക് അതറിയാം ഫ്രിഡ്ജിലുണ്ടെന്ന്. അങ്ങനെ ചേട്ടനും അനിയത്തിയും കൂടെ ഫ്രിഡ്ജിൽ കയറി വന്നിട്ട് അതെല്ലാം കൂടെ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. ഞാൻ ആ ഭാഗ്യത്തിന് ആ സമയത്ത് കണ്ണു തുറന്നതുകൊണ്ട് 2 പേരെയും പിടിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ തുറന്ന് ഫ്രിഡ്ജിലെല്ലാം താഴത്തേക്ക് ഇട്ട് ഇടയ്ക്ക് മുട്ടയൊക്കെ എടുത്ത് പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ കേക്കെല്ലാം കഴിപ്പിച്ചിട്ട് 2 കൂട്ടിയിട്ട് ഞാൻ റൂമിലേക്ക് പോയതാട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല തലവേദന ഉണ്ട്, ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. ലൂക്ക ഓക്കെ എന്നൊക്കെ പറഞ്ഞു. 2 പേരെയും കൂട്ടി ഞാൻ വീട്ടിലൊക്കെ കിടന്നിട്ടുണ്ട്. പക്ഷേ അറിയാമല്ലോ പിള്ളേരുടെ സ്വഭാവമല്ലേ, ഇവർ ഉറങ്ങുമില്ല, നമ്മളോട്ട് ഉറക്കമില്ല. ഇസ്സാണ് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇസ്സ അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇസുവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ലൂക്ക് എൻ്റെ മേത്തേക്ക് കയറുമോ എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര അസൂയ. അവൾ അപ്പോഴത്തേക്കും ചാടി വരും, അങ്ങനെ ചേട്ടനെ പുറത്താക്കും. അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് വിഷമമാണ് കേട്ടോ. ലൂക്കിനെ ഞാനിങ്ങനെ ഓടിവാ കെട്ടിപ്പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഇസ അടുത്തുണ്ടെങ്കിൽ അവൾ വേഗം വരും. അപ്പോൾ ലൂക്ക മെല്ലെ പോവുകയൊക്കെ ചെയ്യും. അതാകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. അവനിങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോവില്ലേ, അത് കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാവും. കിടത്താൻ നോക്കി പിള്ളേരാണ് അത് ഏറ്റുപോയിരിക്കുന്നത്. 2 പേരും അടങ്ങിയിരിക്കില്ല. മിസ്സാണെങ്കിൽ ഇപ്പോൾ ചേട്ടൻ എന്നാ ചെയ്യുന്നത് നോക്കി ചേട്ടൻ്റെ പുറകെ നടക്കും. ഇവരുടെ മെയിൻ പരിപാടിയാണ് ഈ കബോർഡിലെ തുണിയെല്ലാം താഴത്തേക്കിടും. ഞാൻ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇവരെപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് റൂമിൽ പോയിട്ട് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാം കൂടെ താഴത്തേക്കിടും. അതുകൊണ്ട് ഞാൻ മടക്കി വെക്കൽ നിർത്തി, ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ കുത്തിക്കയറ്റുകയൊക്കെ ചെയ്യാറ്. ഞാൻ നല്ല നീറ്റാക്കിയിട്ടായിരിക്കും എല്ലാം മടക്കി വെച്ചിട്ടുണ്ടാവുക. എപ്പോഴേലും വന്നിട്ട് എല്ലാം കൂടെ വലിച്ച് താഴത്തേക്കിടും. എന്നിട്ട് അവർ ഇസ് കയറാൻ പറ്റില്ലല്ലോ, ലൂക്ക് ആലുമാരിക്കകത്ത് കയറി ഇരുന്നിട്ട് വിളിക്കും ഇസുവിനെ വാവാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. അങ്ങനെ കിടക്കലൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തുണി അലക്കി വിട്ടിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തന്നെ പാക്കിംഗ് ഒക്കെ തീർക്കണം. നാളത്തെ ഞാണ് മിക്കവാറും പോകുന്നത്. അതുകൊണ്ട് പിന്നെ നാളെ ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒരു മടിയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കണം. കുറച്ചൊരു എൻജോയ് മൂഡ്, ആ ഒരു നല്ലൊരു കാം മൂഡിലേക്ക് എനിക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇന്നെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് ഈ പിള്ളേരെല്ലാം എടുത്ത് വലിച്ച് കളയും ചെയ്യും. ഒരിടത്തുനിന്ന് ശരിയാക്കും, മറ്റൊരിടത്തുനിന്ന് കളയും. അതാണ് ഞാൻ ഈ മടക്കിയൊക്കെ വയ്ക്കും, വിസ് വന്നെല്ലാം തട്ടിക്കളയും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കണമെന്നുണ്ട്. ഈ ബെഡ്ഷീറ്റ് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അല്ല, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആമസോണിൽ നിന്ന് ഇതേപോലത്തെ ബെഡ്ഷീറ്റ് ഇവിടെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. നല്ല സോഫ്റ്റ് ഫാബ്രിക്, നല്ല സോഫ്റ്റ് കോട്ടൺ, കിടക്കാൻ നല്ല സുഖമാണ്. ജോൻ്റെ വീട്ടിൽ ഞങ്ങളുടെ റൂമിലെ ബെഡിൽ ഭയങ്കര ചൂടിങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കോട്ടൺ ബെഡ്ഷീറ്റും ഞാനിങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ എങ്ങനെയാണെങ്കിലും ബെഡിലെ ചൂടും നമ്മുടെ മേലിലെ ചൂടൊക്കെ ആയിട്ട് ആ ഷീറ്റിന് ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷീറ്റ് ഞാൻ ഇങ്ങനെ വാങ്ങി നോക്കിയത് കേട്ടോ. ഇനി ചെന്നിട്ട് ഇട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അവിടെ നല്ല ചൂടാട്ടോ, നല്ല ചൂടുള്ള ഏരിയ, അവിടെ അങ്ങനെ കാറ്റൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. വേർത്ത് എന്തോ പോലെ ഇപ്പം നമ്മൾ തീരെ കാറ്റില്ലാത്തതുകൊണ്ട്, കാറ്റുണ്ടായ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആ ഭാഗത്തേക്ക് അങ്ങനെ തീരെ കാറ്റില്ല. നമ്മുടെ ഇവിടെ നല്ല കാറ്റാണ്, സൗത്ത് ഫേസാണ്, നമ്മുടെ കടലിൻ്റെ ഒക്കെ ഒരു അവിടെ നിന്ന് ഇങ്ങനെ നല്ല കാറ്റടിക്കും. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ചൂടറിയുന്നില്ല, ചെറിയ രീതിയിലൊക്കെ അറിയുന്നുള്ളൂ. മുറ്റത്തൊക്കെ അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ നല്ല കാറ്റൊക്കെ ആയിരിക്കും പകൽ സമയത്തൊക്കെ. നമ്മുടെ അവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ എന്താവും എന്നറിയില്ല. ഈ ഒരു ബ്ലൂ ഓർഗനൈസർ ഉണ്ടല്ലോ, ക്ലോത്തൊക്കെ എടുത്ത് വയ്ക്കുന്നത്, ഞാൻ ഇസുവിൻ്റെ ഡെലിവറി സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഹെൽപ്പാണ് കേട്ടോ ഇത് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾ വന്ന് വാങ്ങി എവിടെയെങ്കിലുമൊക്കെ പോകുന്നവരൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കിങ്ങനെ നീറ്റാക്കി കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ്. ഞാനങ്ങനെ അതിൽ ഓരോ സാധനമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേരെ കാണാൻ അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ചേട്ടനും അനിയത്തിയും കൂടി ഇങ്ങനെ ഒത്തൊരുമയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ മെയിൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു കേട്ടോ, ഡ്രസ്സിൻ്റെ സെക്ഷൻ.
പിള്ളേരുടെ ഡ്രസ്സാണ് കൂടുതലും. ഇസുവിന് തന്നെ കുറേ ഉണ്ടാവും. ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാറില്ല പകലൊന്നും. അതുകൊണ്ട് ഇസുവിന് അത്യാവശ്യം ഡ്രസ്സ് കൂടുതലുണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കുമല്ലോ. അപ്പം ഇസുവിൻ്റെ ഡ്രസ്സാട്ടോ അധികവും. ഡയപ്പർ ഞാൻ പകലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അവൾക്ക് ഡയപ്പർ റാഷസൊക്കെ വന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു മാക്സിമം നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന രീതിയിൽ ഡയപ്പർ ഉപയോഗിക്കാൻ. അങ്ങനെ ഞാനത് ഡയപ്പർ പകൽ തീർത്ത് ഒഴിവാക്കിയതാണ് കേട്ടോ. കുറേ ആയിപ്പോൾ ഞാനങ്ങനെ ഒഴിവാക്കിയിട്ട്. അതുകൊണ്ട് അവൾക്ക് ഉള്ള നിക്കറൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട്. അങ്ങനെ അവളുടെ ഡ്രസ്സാണ് കൂടുതൽ. പിന്നെ ഞാൻ മെഡിസിൻ കൊണ്ടുപോകും കേട്ടോ. അവർ യൂസ് ചെയ്യുന്നതും അത്യാവശ്യം വേണ്ടതായിട്ട് മെഡിസിനൊക്കെ ഞാനിങ്ങനെ പാക്ക് ചെയ്ത് എപ്പോഴും എടുത്തുകൊണ്ട് പോകും. അത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പാരസെറ്റമോളിൻ്റെ ആണെങ്കിലും എല്ലാം ചുമ അങ്ങനത്തെ മെയിനായിട്ട് ആ വക കാര്യങ്ങളൊക്കെയാണല്ലോ പിള്ളേർക്ക് എപ്പോഴും വരുന്നത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുകയും ചെയ്യുവേ. പിന്നെ ഇപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് ഐറ്റംസ്, യൂസുവിൻ്റെ ഹെയർ ക്ലിപ്സ്, പിന്നെ അവരുടെ ടോയ്സ് അങ്ങനെയൊക്കെ ഇനി എടുത്ത് വയ്ക്കാനുള്ളൂ. അത് തന്നെ ധാരാളം ഉണ്ട്. അതൊക്കെ എടുത്ത് വയ്ക്കലാണ് മെയിൻ പണി. എല്ലാം എടുത്ത് വയ്ക്കാൻ ലൂക്കയോട് പറഞ്ഞിട്ടുണ്ട്. ടോയ്സൊക്കെ കൊണ്ട് തരണം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ ടോയ്സൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ടോയ്സ് വയ്ക്കാൻ തന്നെ കുറേ സ്ഥലം വേണം. ഇവരുടെ ടോയ്സ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞാനിവിടെ വെച്ചിട്ട് പോവും. ബാക്കി ഞാൻ എടുത്തുകൊണ്ടാവും. അവരുടെ അത്യാവശ്യ ടോയ്സൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെയിൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഈ സഞ്ചി എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതിനകത്തോട്ടോ അവരുടെ ടോയ്സൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. വേറെ ഇതിനകത്ത് വയ്ക്കാനാണ് ഒരുപാട് സാധനമുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ എൻ്റെ ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. മെയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന എക്സ്ട്രാ ഐറ്റംസൊക്കെ നാളത്തേന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകാനുണ്ട്. അതൊക്കെ പോകുന്നതിൻ്റെ തലേന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് നീറ്റാക്കിയിടണം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം മടുക്കുകയോ ചെയ്ത് നല്ല സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം, പിള്ളേരെ കുളിപ്പിക്കണം, അങ്ങനത്തെ ലാസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വ്ളോഗ് കഴിഞ്ഞ് അടുത്ത വ്ളോഗ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ആ വ്ളോഗ് കാണാതെ. ഓക്കെ, ബൈ.